ഡ്രസ്സൊക്കെ മാറി എങ്ങണ്ട് പോകട്ടൊന്നും ഉള്ളിക്കോണില്ല. ബീൻസും പിന്നെ ക്യാരറ്റ് ഉപ്പേരി, പയറുപ്പേരി, കേബേജ് ഉപ്പേരി, ചിക്കൻ. കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. ഇവള് പിന്നെ നാളെ അങ്ങോട്ട് അല്ലേ എന്ത് വെറുതെ പറയാട്ടോ, ഇവര് ഉപ്പ് കൂടുതലൊക്കെ നല്ല ചിത്രം കിട്ടും. ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ കാണുന്ന നമ്മുടെ എല്ലാ ഫ്രണ്ട്സുകൾക്കും വീഡിയോ കാണാത്തവർക്കും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും നമ്മുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്ക്. അപ്പോൾ ഈദിന്റെ ചെറിയൊരു വ്ളോഗാണ് ഇന്ന്. കുക്കിംഗ് ഉണ്ടോ? കുക്കിംഗ് എടുത്തിട്ടില്ല. കുക്കിംഗ് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട്. നമ്മൾ നേരത്തെ എണീറ്റിട്ടില്ലേ? കട്ടിങ്സ് ഒക്കെ രാത്രി ചെയ്ത് വെച്ചിരുന്നു, പക്ഷെ കുക്കിംഗ് ഒക്കെ രാവിലെ ചെയ്തു. അതിന്റെ ഇടയിൽ സമയം കിട്ടിയിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കാനും. അതും ഇവരാണ് പുലർച്ചക്കാണ് വന്നിട്ടുള്ളത്. നമ്മള് പുതിയ ഷോപ്പിന്റെ ഇന്നാഗ്രേഷൻ കഴിഞ്ഞില്ല, ഗ്രാൻഡ് ഇന്നാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. അത് പിന്നെ വഴി വരുന്നുണ്ട് നമ്മളെ വീഡിയോയിൽ വരും. വീഡിയോസ് ഒന്നും ഇടാത്ത. അപ്പോൾ നമ്മൾ ചെറിയൊരു ഈദ് വ്ളോഗാണ് ഇന്നത് പ്ലാൻ ചെയ്യണം അല്ലേ. അപ്പോൾ ഈ സെറ്റപ്പിൽ നമ്മൾ ഇൻട്രോ എടുക്കുന്നത് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് ഇൻട്രോ ആണ് എടുക്കുന്നത്. കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഗൈസ്? പച്ച ഷർട്ടും വൈറ്റും ചുരിദാർ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണേ അല്ലേ. കുറച്ച് ഞങ്ങള് വീഡിയോ ഇട്ടിട്ടില്ല, ഏകദേശം ഒരു മാസം ഇട്ടിടുന്നില്ല. റംസാനായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. കുറച്ച് വീഡിയോ ഷോർട്ടുകളാണ് ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇടാറില്ല. അപ്പോൾ ഒരു കൊല്ലം എന്ന് പറഞ്ഞു, ഒരു മാസത്തോളം വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് വീഡിയോ ഇടക്കിടക്ക് ഉണ്ടാവും കേട്ടോ. ആഴ്ചയിൽ 2-3 വീഡിയോ ആയിട്ട് നമ്മൾ വിചാരിക്കണം എന്നും ഓരോ വീഡിയോ എടുക്കണം. അതാണ് പ്രശ്നം. ഇവിടേക്ക് എഡിറ്റ് ചെയ്താൽ മതി. ഓളും അപ്പോൾ ഇന്നെ കാത്തിരിക്കും. എന്താ ചെയ്യാ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഉഷാറായി എന്ന് വിചാരിക്കണം അല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാ പെരുന്നാളും കൂടാനും നമ്മളെല്ലാവരും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഉഷാറായി അൽഹംദുലില്ലാഹ്. സാദാ ചോറ്, ഒരുപാട് കൂട്ടാങ്ങൾ, അങ്ങനെയൊക്കെ വെറൈറ്റി കൂട്ടാനുകൾ ഉണ്ടാക്കും. ചിലത് ഉപ്പ് കൂടുതലായിക്കാരം, ചിലപ്പോൾ പുളി കുറവായിക്കാരം. അപ്പോൾ അങ്ങനത്തെ വെറൈറ്റി കൂട്ടാനുകളാണ് വരുന്നുണ്ടാവുക അല്ലേ. ഒന്നിച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ സാധാരണ ഉണ്ടാവാറുണ്ട്. പിന്നെ അതിനിടയിൽ സ്രാവ് കടിക്കുന്നോണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകും. എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഫുഡൊക്കെ ഒന്നാമത് കാലത്ത് എണീറ്റിട്ട് എത്രയും നേരത്തെ എണീറ്റിട്ട് പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊന്നല്ല, പിന്നെ വീട്ടില് നമ്മുടെ ഉമ്മാര്, ഭാര്യമാര് അല്ലെങ്കിൽ പെങ്ങന്മാര് ഉണ്ടാക്കുമ്പോൾ അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അത് ഓരോന്നും കുക്ക് ചെയ്തിടുന്നത്. നമ്മൾ വിചാരിക്കും അത് ചെയ്താൽ പോരെ, ഇത് ചെയ്താൽ പോരെ എന്ന്. അതല്ല, അവരത്രയും കുട്ടികൾ നോക്കണം, തുടക്കണം, അടിക്കണം. അതിനിടയിൽ കുക്കിങ്, കുക്കർ, സ്കൂൾക്ക് കുട്ടികളെ പറഞ്ഞയക്കൽ, കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ അവർ ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും, ചിലപ്പോൾ പുളി കൂടുതലായിരിക്കും. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അല്ലേ. എന്ത് വെറുതെ പറയാട്ടോ, ഇവര് ഉപ്പ് കൂടുതലൊക്കെ നല്ല ചിത്രം കിട്ടും. ഉപ്പ് നമുക്ക് പിന്നെ ക്ലിയർ ആയിട്ട് നോക്കിയിട്ടിടണം. മറ്റുള്ളത് രസമില്ലായി രസം ഉണ്ടാകുമ്പോൾ അതൊക്കെ വേറെ വെർഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ ആണ്, വ്ളോഗ്. അപ്പൊ നേരെ വീഡിയോ കാണാം. ഓക്കെ. ഇവള് പിന്നെ നാളെ ഓളെ വീട്ടിക്ക് പോണെന്ന് പറയുന്നുണ്ട്. അത് 2 ദിവസം പോയി നിന്നിട്ടുണ്ട് പോന്നാ മതി. ഓള് വീട്ടിക്ക് 10 ദിവസത്തിന് പോണെന്ന് പറയുന്നത്. 2 ദിവസം 2 ദിവസം പോയി നിൽക്കാൻ മദ്രസ ഓർക്കും. 2 ദിവസം പോയി നിന്നിട്ട് വരികയെന്നല്ലാതെ വേറെന്താ തൊലക്കെ. അങ്ങനെ ആയിക്കോട്ടെ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക ഗൈസ്. അപ്പം അങ്ങനെ റിച്ച് കുളിച്ച് മാറ്റി റെഡി ആയിട്ട് പള്ളി പോകാൻ നിൽക്കണം. തലക്കെ തുറത്തില്ലേ? എല്ലാവരോടും ഈദ് മുബാറക്ക് പറഞ്ഞോ. അപ്പോൾ റിച്ചു ഡ്രസ്സൊക്കെ മാറി എങ്ങണ്ട് പോകട്ടൊന്നും ഉള്ളിക്കോണില്ല. എന്തേ? ഒരാളവിടെ ക്ലീനിങ്ങിലാട്ടെ, ഞങ്ങൾ സഹായിക്കും. അങ്ങനെ റഫി റിച്ചൊക്കെ പള്ളിയിൽ പോകാൻ വേണ്ടി പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങാൻ കിട്ടും.
യോ നമുക്ക് എന്താ പറഞ്ഞോളി ചെരുപ്പൊന്ന് കഴുകിയൊക്കെയായിരുന്നു മഴ വരല്ലേ ഷർട്ടങ്ങണ്ടേ പച്ച പച്ച മുടി മേൽക്കായി കൊടുത്താലോ എന്താ ഷർട്ട് രസമുണ്ടോ സുമിയ അടിപൊളിയാ എന്താ കുറച്ച് ഗ്ലാമർ ഉണ്ടല്ലോ അപ്പോൾ അടുക്കളയിൽ തകൃതി പണി നടന്നുകൊണ്ടിരിക്കുക ചോറ് കുറച്ചിട്ട് പോകുന്നു കൂട്ടാങ്ങളൊക്കെ ഇവിടെ റെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബീഫ് റോസ്റ്റാക്കുന്നു ഇനി ചിക്കൻ പൊരിക്കാണ്ട് അതുപോലെ തന്നെ നമ്മളെ കറിയൊക്കെ ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ചതാട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇനി കൊണ്ടാട്ടമുളകൊക്കെ പൊളിക്കാണ്ട് എസ പെരുന്നാൾ എങ്ങനെയുണ്ട് സൂപ്പറാ പറഞ്ഞോ ഇങ്ങോട്ടൊക്കെ ഇമ്മച്ചി മൈലാഞ്ചിട്ടിക്കണേ ഏച്ചേ ഏച്ച കടന്നുറങ്ങിയിട്ടല്ലേ ഇങ്ങോട്ടൊക്കെ ഭയങ്കര സുന്നത്തിന് വേണ്ടിയിട്ടോ രസാ എങ്ങനെ രസമുണ്ടോ ദോശപ്പോണ് പള്ളിക്കന്ന് കിട്ടിയ പായസം പക്ഷെ പായസം വേണോ പപ്പ കൊടുന്നോന്നാണ് ഒറ്റയ്ക്ക് എച്ച മുഖം തിരിച്ച് എന്നിട്ട് അത് ആരെ കുടിക്കും കടി ആരൊക്കെ വേണ്ടാത്തോണ്ട് ഞാൻ കൊടുക്കും അല്ലേ അതിന് ആവി പറക്കണ പായസം റിച്ചുവിന് പുതിയ ഷൂ ഒക്കെ കൊടുന്ന് തോന്നിട്ടു കേട്ടോ ഏതാ വേണ്ടതെന്നുള്ള 2 കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിൽ ഏതാ വേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൻ ഇട്ടു നോക്കാം എനിക്കേത് ഇഷ്ടമായി ഇത് 38 നല്ല ലൂസുണ്ട് 36 ഗൈസ് ഞങ്ങളെ കുളിയും കാര്യങ്ങൾ ഞങ്ങളല്ല കേട്ടോ റിസിൻ്റെ കുളി രാവിലെ കഴിഞ്ഞിരിക്കണം അല്ലേ രാവിലെ കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോയി വന്നു അപ്പം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഡ്രസ്സ് മാറ്റാൻ പോകും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഴൻ്റെ ഇലയിൽ അല്ലേ പെരുന്നാൾക്ക് വാഴൻ്റെ ഇലയിൽ കഴിക്കാൻ നിർബന്ധം റിച്ച അപ്പം റിച്ചുവിൻ്റെ കോസ്റ്റ്യൂം ഇതല്ല കേട്ടോ ഇത് വേറൊരു ടീഷർട്ടാണ് ഡ്രസ്സർ ഞാൻ മേടിച്ചത് പിന്നെ എൻസിനോട് നല്ല ഉറക്കാണ് എനിക്ക് എൻസിനും ഉപ്പിച്ച് നല്ല ഉറക്കാട്ടോ അവരെന്ന് രാവിലെ വന്നിക്കണത് ഷോപ്പിലൊക്കെ പോയി ഇന്നലെ പോയിട്ട് ഒരു 6 മണിക്കൊക്കെ വന്ന് ഇന്ന് പുലർച്ചെ 6 മണിക്കാണ് വന്നത് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞങ്ങളെ പെരുന്നാൾ വിശേഷം ഫുഡ് കഴിക്കണം കുറച്ച് ഫോട്ടോസും രാത്രി പടക്കം പൊട്ടിക്കും ആര് ഇപ്പച്ചി പറഞ്ഞത്ര അപ്പം ഇനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടും ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ റീൽസൊക്കെ എടുക്കുക പിന്നെ ഇപ്പം പിന്നെന്താ കിടന്നുറങ്ങുക ഇതൊക്കെ തന്നെയാണ് പിന്നെ രാത്രി പടക്കം പൊട്ടിക്കുക ഇത്രേ ഉള്ളൂ അല്ലേ അപ്പം നിങ്ങളെല്ലാവരും പെരുന്നാളൊക്കെ എവിടെ എത്തിയെന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ഈ വീഡിയോ എന്നാണ് അവിടെ പോസ്റ്റ് ചെയ്യുക വീഡിയോ കുറേ എടുത്തൊക്കെ പക്ഷേ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ മടിയാണ് അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാമല്ലേ അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും കേട്ടോ അപ്പോൾ സാധനങ്ങളെല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ താഴെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കണത് ഡൈനിങ് ഹാളിൽ റിച്ചു അവിടെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബീഫ് അപ്പം നല്ല ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒക്കെ റെഡി ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം എല്ലാം കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും താഴെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് സൂപ്പറൊക്കെ വിരിച്ചു അതിൽ ഇലയൊക്കെ ഇട്ടു എന്താ എന്താണ് 10 പേരുള്ളൂ 10 പേരുള്ളൂ പുറത്ത് വെക്ക് ഗ്ലാസ് എസ് എവിടെ ഇരിക്കണ് എസ് എവിടെയാണ് എസ്സയുടെ കയ്യിലെന്താ എന്താ
ആദ്യം തന്നെ തിന്നൽ തുടങ്ങി. ഓരോന്ന് എടുത്ത് അവിടെ കൊണ്ടുപോയിടണം. കൊണ്ടായിരുന്നു കൂട്ടാൻ കറി. ബീഫ് റോസ്റ്റ്, ബീൻസും പിന്നെ ക്യാരറ്റ് ഉപ്പേരി, പയറുപ്പേരി, കേബേജ് ഉപ്പേരി, ചിക്കൻ ഫ്രൈ, എരിശ്ശേരി, പുളിശ്ശേരി, ചോറ്, അവിയൽ, ഇതിൻ്റെ പേരെന്താ? പൈനാപ്പിൾ പച്ചടി, ഇത് ബീട്രൂട്ട്, സമ്മന്തി, തൈര്, ഉണക്കമീൻ, കൊണ്ടാട്ടം ഒക്കെ ഉണ്ട്. പുളിയിഞ്ചി അച്ചാർ, കയ്പങ്ങ അച്ചാർ, പപ്പടം, കയ്പങ്ങ അച്ചാർ. എല്ലാതിൻ്റെ ഉദ്ഘാടനം ഫസ്റ്റ് എസ്സാണ്. എച്ചക്കെന്താ? ഓരോ കൂട്ടാനും വിളമ്പിക്കൊണ്ടിരിക്കണം. അവിയൽ പറ്റാത്തവരുണ്ട്. പക്ഷെ എല്ലാ ഇതിലും വിളമ്പിക്കളി അപ്പുറത്തെ പ്ലേറ്റ് കൊടുക്കാം. ഇപ്പം ഞങ്ങളെല്ലാ കൂട്ടാനും വിളമ്പി. ബീഫ് ഇഷ്ടമുള്ളപോലെ ഇട്ടോളൂ. അല്ല, റിച്ചുവിന് മാത്രം ഇഷ്ടമല്ലായിരുന്നു. ഇതിൽ പപ്പടം കുറവുണ്ടല്ലോ. ഇതാണ് നമ്മളെ പെരുന്നാൾ ചോറ്. തൈര്, സമ്മന്തി, ഉപ്പേരികൾ, പച്ചടി, കിച്ചടി, ചിക്കന്, പയറുപ്പേരി, അവിയൽ. ഞാൻ അച്ചാർ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അത് ഇനി ആവശ്യമുള്ളവർ ഇടാ വെച്ചിട്ടാണ്. കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടി. അപ്പൊ ഫുഡ് കഴിച്ചിട്ടാണല്ലേ? എഴുതിണ്ടാ? അപ്പോൾ ഗൈസ്, ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഫോട്ടോഷൂട്ടിലാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു, അതുപോലെ തന്നെ ഫോട്ടോ എടുത്തു അല്ലേ? ഫോട്ടോ എടുത്തില്ലേ? അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഉറങ്ങിയിട്ടാ. അതാണ് പെരുന്നാൾക്ക് മെയിനായിട്ട് നടക്കുക, ഫുഡ് കഴിക്കൽ കഴിഞ്ഞ ഒരു ഉറക്കം. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഓരോരുത്തർ എണീറ്റു. റിച്ചു ഇപ്പോൾ വീണ്ടും ഉറങ്ങാട്ടാ. ഞങ്ങളൊക്കെ എണീറ്റു. സെയ്ദ് മുബാറക്ക് പറഞ്ഞ എല്ലാവരോടും. ആ, മനസ്സിലായില്ല എല്ലാവർക്കും? എൽസരി ഈദ് മുബാറക്ക് പറഞ്ഞ ബാക്കി കൊറേ കയ്യില് ഞങ്ങള് സ്റ്റാർട്ടിങ് ഞങ്ങൾ പൂത്തിരിയിലാട്ടോ. എങ്ങനെയുണ്ട്? ഒരു രസല്ലേ? നോക്കട്ടാ.
ഞങ്ങളെ പറ്റിച്ചു. ഓടിക്കോളി ഓടിക്കോളി. ഞങ്ങൾ മേശപ്പൂ കുത്തുന്നു. ആ ചക്കറാണ്. ലാസ്റ്റ് കലാശക്കൊട്ടാണ് വെച്ച് കാട്ടുന്നത്. പൊട്ടിച്ചോക്കാം. അപ്പോൾ ഗൈസ് ഇതൊക്കെ കേട്ടാ ഞങ്ങളെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളതൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു വട്ടം കൂടി ഈദ് മുബാറക്ക്.